പിന്നെന്താ പിണറായി വിജയൻ തമ്പുരാനെ എന്ന് വിളിക്കണോ? അല്ല അടിയൻ ഞങ്ങൾ തൊഴുന്നെന്ന് പറയണോ? അതിനൊന്നും കോൺഗ്രസ്സുകാരെ കിട്ടില്ല. ഇരട്ടച്ചെങ്കെന്ന് പറയുന്ന പരട്ടച്ചെങ്കുള്ള പിണറായി വിജയൻ, ആ പരട്ടച്ചങ്ക് തകരും. ഇപ്പൊ തകർന്നിരിക്കുവാണ്. ഖജനാവ് മുടിച്ചു. ഇനി ഒരു വർഷം തികച്ചില്ല. ഇങ്ങോട്ട് കാണിക്കുന്ന രീതി മാത്രമേ അങ്ങോട്ട് കാണിക്കുകയുള്ളൂ. ഗാന്ധിസമൊക്കെ പോയി കോൺഗ്രസിന്റെ നിലപാടിൽ. പിണറായി വിജയനെ പോലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും എവിടെ പോയി? സ്വപ്ന സുരേഷ് എവിടെ പോയി? പിണറായി വിജയന്റെ പേഴ്സണൽ സെക്രട്ടറി. അരുണിമ പറഞ്ഞത് തീർത്തും അരുണിമയുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്. പിണറായി സർക്കാരിനെ എന്നല്ല, കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. ഓക്കെ, ആയിക്കോട്ടെ. എങ്കിൽ അരുണിമ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ, അത് പൊളിറ്റിക്കലി ആണെങ്കിൽ പോലും ആ ഒരു ഭാഗത്തിന്റെ മാത്രം അഭിപ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഒരു വിധത്തിലും ABC മലയാളത്തിന് അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അരുണിമയുടെ മാത്രം ഒപ്പീനിയൻ ആണ്. എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ് നടന്നൊരു കുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ചെന്നപ്പോ, അവിടെ ഉത്സവത്തിന് ചെന്നപ്പോ ആ കുട്ടീനെ കണ്ടപ്പോൾ അവളുടെ മുഖം എന്തോ പോലെയായി. എനിക്ക് കണ്ടപ്പോഴും എന്തോ പോലെ. കാരണം എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയോട് അത്തരത്തിലുള്ളൊരു വികാരം തോന്നിയിട്ടില്ല എൻ്റെ ചെറിയ പ്രായം മുതൽ. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഇല്ല എന്നതുണ്ടോ? ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ സൊസൈറ്റിയുടെ മുന്നിലോ ഭരണകൂടത്തിന് മുന്നിലോ ഈവൻ കോർട്ടിലായാൽ പോലും? അവളൊക്കെ മറ്റേതാണ്, മറ്റേ കേസാണ്, 9 അല്ലെങ്കിൽ ഇതൊക്കെ മറ്റേ ആണ് പെണ്ണായ സാധനങ്ങളാണെന്ന് പറയുന്നത് ഞാൻ എന്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടുത്തെ SFIക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡോസ്. ഈ VD സതീശൻ ഒരു നല്ല പ്രതിപക്ഷ നേതാവാണ്. VD സതീശൻ നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കാരണം പൊതുജനങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഒരു മരണമായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സെക്ഷൽ അസൾട്ട് ആയാലും കാര്യങ്ങളായാലും ഒക്കെ, നിങ്ങൾ തന്നെ ഇതിനെയൊന്നും സ്ട്രോങ് ആയി കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഇല്ല എന്നതുണ്ടോ? ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ സൊസൈറ്റിയുടെ മുന്നിലോ ഭരണകൂടത്തിന് മുന്നിലോ ഈവൻ കോർട്ടിലായാൽ പോലും? ഇവിടെ കേരളത്തിൽ ഇങ്ങനൊരു പ്രതിപക്ഷ രാഷ്ട്രീയം തന്നെ ഉയർന്നു വന്നത് ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടാണ്. അപ്പം ഓരോ ആൾക്കാർക്കും ഓരോ പ്രത്യശാസ്ത്രങ്ങളെയും ഉൾക്കൊണ്ട്, വിശ്വാസങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒരു പ്രത്യേക വിഷയമാണെങ്കിൽ ഒന്നിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, ഇപ്പൊ അനന്യയുടെ വളരെ ദാരുണമായിട്ടുള്ള ആത്മഹത്യ കേരള മണ്ണിലെ മനുഷ്യരെ തന്നെ ആഴത്തിൽ സങ്കടകടലിൽ ഉൾക്കൊണ്ടൊരു വിഷയമാണ്. എന്നിട്ട് പോലും ഇവിടുത്തെ സർക്കാർ എടുത്ത നിലപാട് കണ്ടതാണ്. അവിടെയും മറ്റേ ഇടതുപക്ഷ സംഘടനകളുണ്ട്. അപ്പോൾ അവരെടുത്ത നിലപാടുകളൊക്കെ പരിശോധിക്കണം. എല്ലാവരും ഒന്നിച്ച് ആദ്യമൊക്കെ പ്രതിഷേധം നടത്തിയെങ്കിലും പിന്നെ സർക്കാരിന്റെ സ്റ്റാൻഡിനൊപ്പമേ ഇടതുപക്ഷ സംഘടനയ്ക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. സ്വമേധയാ കേസെടുത്തൊരു സംഭവമായിരുന്നിട്ട് പോലും അനന്യയുടെ മരണത്തിൽ ആ കുട്ടിക്ക് നീതി കിട്ടിയില്ല. എന്ത് നീതിയാ ലഭിച്ചത്? ഒരു നീതി ലഭിച്ചില്ല. അപ്പം പ്രത്യേകിച്ച് ഒത്തൊരുമയോടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഒന്നിച്ച് നിൽക്കാറില്ല. പല ഗ്രൂപ്പിസമായിട്ട് തന്നെ സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റുകാരുടെ ഒരു ഗ്രൂപ്പ്, ഫിലിം സ്റ്റാർസിന്റെ ഒരു ഗ്രൂപ്പ്, പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പ്, മറ്റാളുകളുടെ ഒരു ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുവാണ്. അതൊരു ഒരു ഗ്രൂപ്പിസത്തെക്കാൾ ഉപരി ഒരു കൂട്ടായ്മ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ സംഘടനാപരമായിട്ടുള്ള സ്റ്റാൻഡിനൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. അതെല്ലാവരും അങ്ങനെയാണ്. ഒരു 2012-13 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹകരണം ഇപ്പോഴില്ല നിങ്ങൾക്കിടയിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു 2024 എന്ന് വെച്ചാൽ തുടക്കത്തിൽ അരുണിമ വരുമ്പോൾ തുടക്കത്തിൽ അരുണിമയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയും സപ്പോർട്ടും ഒന്നും ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നില്ല. ഇല്ല, അത് പരസ്പരം അരുണിമയ്ക്ക് എന്നല്ല, വരുന്ന ആൾക്കാർ. എനിക്കത് പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഒരാൾ രക്ഷപ്പെടുമ്പോൾ പല ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാണ്. ഒരാൾ വളർന്നു പോകുമ്പോൾ മറ്റൊരാൾക്ക് സഹിക്കുന്നില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലേ, ഇപ്പൊ ആര് വളർന്നാലും നമുക്കത് സന്തോഷമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഒരാൾ വളരുമ്പോൾ അതിൽ ഈഗോയും പ്രശ്നങ്ങളും പല ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ മാനസികമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും രക്ഷപ്പെടട്ടെ. എല്ലാവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വിഭാഗത്തിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്ത തലങ്ങളിലേക്ക് മുന്നോട്ട് പോയി അവരെ കഴിവ് വികാസിപ്പിച്ച് ആ കഴിവ് പുറത്തോട്ട് കാണിക്കുമ്പോഴാണ് നമുക്കത് സന്തോഷവും ഒരു മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിലയും തോന്നുന്നത്. എഡ്യൂക്കേഷൻ്റെ ഒരു കുറവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പലർക്കും എഡ്യൂക്കേഷൻ്റെ ഒരു കുറവുണ്ട്, പലർക്കും കിട്ടേണ്ടുന്ന ഒരു വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത്.
വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ആ കാലത്തൊക്കെ നമ്മള് സ്കൂൾ പഠനകാലത്തൊക്കെ ഞാൻ കെ ഇ കാമൽ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. ഞാനത് ചോദിക്കാൻ കാരണം ചിലപ്പോൾ നമ്മളിൽ പലരും, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, നമ്മളുടെ ടീനേജിലായിരിക്കും നമ്മുടെ സ്വത്വം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അത് അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അത് നമ്മൾ ഇപ്പം അരുണിമയൊക്കെ അറിഞ്ഞു തുടങ്ങിയത് യങ് ഏജിലാണ് അരുണിമ പൊളിറ്റിക്സിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഒരു 1-2 വർഷം മുന്നേ ആയിരിക്കും അരുണിമ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു അതൊരു 17-ാമത്തെയോ 16-ാമത്തെയോ വയസ്സിലാവണം. അതിനു മുൻപ് തന്നെ എന്നാൽ പോലും പുറം ലോകം അറിയാൻ തുടങ്ങിയത്. പുറം ലോകം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് പേഴ്സൺ, അത് അമ്മയാവാം, അച്ഛനാവാം, സഹോദരനാവാം, കൂട്ടുകാരനാവാം, കൂട്ടുകാരിയാവാം, അങ്ങനെ ആരും ആവാം. അവരായിരിക്കും നമ്മളെ ഒരു ചേഞ്ചസ് മനസ്സിലാക്കുക. അപ്പം മുതൽ അവിടുന്ന് മുതൽ ഒരു കടിഞ്ഞാൺ വീഴുകയായിരിക്കും. എന്തായാലും എതിർപ്പുകൾ ഉണ്ടാവും. അത് നമ്മുടെ എഡ്യൂക്കേഷനെയൊക്കെ വല്ലാതെ ബാധിക്കും, വിദ്യാഭ്യാസത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സ്കൂൾ പഠനകാലം എല്ലാവർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ മറ്റു വിദ്യാർത്ഥികളെ കൂടെ നിർത്താനോ, ഒന്നെങ്കിൽ നമ്മുടെ സൗണ്ട്, അല്ലെങ്കിൽ നടപ്പ്, അല്ലെങ്കിൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ചിലർ ഉള്ളിലത് അഭിനയിച്ച് ഞാൻ ആണാണെന്ന് തന്നെ അഭിനയിച്ച് നടന്നുകൊണ്ട് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ പിടികിട്ടില്ല, എന്നാലും പിടികിട്ടും. അപ്പോൾ സ്കൂൾ കാലഘട്ടം എല്ലാവർക്കും വേദനാജനകമാണ്. കാരണം ആരും സഹകരിക്കില്ല, കൂടെ വന്നിരിക്കുമ്പോൾ ഒരു ഒറ്റപ്പെടുത്തൽ, ഒരു ആഘോഷം വരുമ്പോൾ ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാകും. അതിപ്പോഴും എൻ്റെ 10ാം ക്ലാസ്സിലെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് എനിക്കും ഉണ്ടാവാറുണ്ട്. ഞാൻ 9th വരെ കെ ഇ കാമൽ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെയാണ്, എനിക്കൊരു ശ്രേണത ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ 10ാം ക്ലാസ് ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വന്നപ്പം ഒരു ആഘോഷം വന്ന് എന്നെ ഒറ്റപ്പെടുത്തും, എന്തെങ്കിലും ഒരു വിശേഷം വന്ന് എന്നെ ഒറ്റപ്പെടുത്തും. തീർത്തും ഒറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. 10ൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു, ആ സ്കൂളിന്റെ SPCയിലുണ്ടായിരുന്നു. എന്നാൽ പോലും എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ എന്നെ തീർത്തും ഒറ്റപ്പെടുത്തും. ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ ഒരു കൂടെ പഠിച്ച 10th പഠിച്ച കുട്ടീൻ്റെ കല്യാണമായിരുന്നു. അപ്പം എന്നെയും കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും കൂടി ചെയ്തത് പൈസ ഇട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു. എനിക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ അവർ കൂടിയപ്പോൾ എന്നെ ചിന്തിച്ചില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് വാങ്ങിച്ചോ. അപ്പം അതിലും എന്നെ കൂട്ടില്ല. ഞാൻ ചോദിച്ചു, നല്ല ആൾക്കാരാണ്. അപ്പൊ ഇപ്പോഴും ആ തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ ചെല്ലുമ്പോൾ കേൾക്കുന്നവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷെ ഇത്തരം അവോയ്ഡ്നെസ് എത്രമാത്രം നമ്മളെ മെന്റലി ബാധിക്കുന്നു എന്നുള്ളിടത്താണ്. എന്ത് അവോയ്ഡ് ചെയ്താലും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവും. പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നതിൽ ഒരു ധൈര്യക്കുറവും ഇല്ല. നമ്മൾ ഒരു ദിവസം ജനിച്ചാൽ മരിക്കണം. അതിനിപ്പം ആരോട് എന്ത് പറഞ്ഞിട്ട് തല വെട്ടിക്കളഞ്ഞാലും പറയേണ്ടത് പറയും. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴും ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ SFIക്കാർ തന്നെ മറ്റുള്ളവർ മുന്നിൽ കെട്ടി ചമച്ച് ഒരു ഡമ്മി ആയിട്ട് കെട്ടി അലങ്കാരത്തിന് കൊണ്ട് നടക്കുന്നതല്ലാണ്ട് അവർ പാവയെ പോലെ കീ കൊടുക്കുമ്പോൾ ചാടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു ത്രേസി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാനല്ലാണ്ട് നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പോലും അടിച്ചമർത്തല. ഇങ്ങനത്തെ ഒരാളാണ്, അവളൊക്കെ മറ്റേതാണ്, മറ്റേ കേസാണ്, 9 അല്ലെങ്കിൽ ഇതൊക്കെ മറ്റേ ആണ്, പെണ്ണായ സാധനങ്ങളാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ അവിടുത്തെ SFIക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡോസ്. പക്ഷെ ഞാൻ ഇപ്പം പഠിക്കുന്ന കോളേജിൽ CSI ലോ കോളേജിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഈ SFIക്കാർ പോലും അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് ആണെങ്കിലും റസല്, അത് യൂണിറ്റ് സെക്രട്ടറി വിശ്വജിത്ത്, ഗോകുല് ചെയർമാൻ ആണെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. അവിടുത്തെ എൻ്റെ KSUക്കാരെക്കാളും സ്നേഹം SFIക്കാർക്ക് തന്നെയാണ് അവിടെ. കാരണം അത്രയും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ വിളിക്കും, അവർ ഫുഡ് കഴിക്കും, ഫുഡ് വാരിത്തരും. അലീനയാണെങ്കിലും അൻസാബി, ആദിത്യ, ആർദ്ര, ഇവരൊക്കെ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഭയങ്കര ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒന്നും മാനദണ്ഡം ഇല്ല അവിടെ. എനിക്ക് ആദ്യം വേദി തന്നത് പോലും അവിടുത്തെ യൂണിയൻ അവിടെ സംസാരിക്കാൻ. അപ്പം എനിക്ക് കോളേജിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും CSI ലോ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ നാട്ടില് മുമ്പ് നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ നിങ്ങൾ വന്ന് നോക്കിയാൽ മതി, ഒരു ഡോക്ടറെ വീട്ടിൽ ആളെ നിൽക്കുന്നത് പോലെ ചില ദിവസം ഓരോ ആവശ്യത്തിന്, എൻ്റെ മോൻ്റെ ഒരു ജോലിയുടെ ആവശ്യം, അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ ആവശ്യം, അല്ലെങ്കിൽ എനിക്ക് വഴി പ്രശ്നം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം, ഒന്ന് വിളിക്കേണ്ട കാര്യം, ആളുകൾ വരുന്നുണ്ട്. കാരണം ഈ CPMകാർ പോലും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കളിയാക്കി എൻ്റെ കരയോഗക്കാരുണ്ട്.
ഇപ്പൊ ഞാൻ ചെന്നില്ലെങ്കിൽ പോലും ചോദിക്കും വരാത്ത എന്താണ്, അമ്പലത്തിൽ ചെന്നില്ലെങ്കിലും ചോദിക്കും നിങ്ങൾ എന്താ വരാത്തത്, സഹകരിക്കാത്തത്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവിടുത്തെ പാർട്ടിക്കാര് ഒരു, ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം, വിട്ട് കളയരുത്. അവരുടെ പേര് അവരുടെ മോള് ഏറ്റവും കൂടുതൽ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ച 2 ആളുകളാണ്. നാട്ടുകാരാണോ? ആ നാട്ടുകാരാണ്. ഈ CPM ബലം കൊണ്ട് എന്നെ അത്രത്തോളം, എന്നെ നന്ദനേനെയൊക്കെ ആക്രമിച്ച് അധിക്ഷേപിച്ചതാണ്. ഇപ്പൊ ആ കുട്ടിക്ക് ഒത്തിരി ആ കുട്ടിയും അനുഭവിച്ചു അതിന്റെ സൊസൈറ്റിയിൽ. മാനസികമായിട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസ് വന്നു. ആ കുട്ടിയും മെന്റലി അനുഭവിച്ചു. ഈശ്വരനുണ്ട് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം കർമ്മ എന്നുള്ളത് ഉണ്ട്, നമ്മൾ ചെയ്യുന്നതിന് തിരിച്ചു വരും. ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വം സാരി ഉടുത്ത് എത്ര സമയം സാരി ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റും, എത്ര സമയം ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും, എത്ര സമയം അഭിനയിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ വേഷം കെട്ടി വേഷധാരികളാണ്. ചില ആൾക്കാർ ലാഭത്തിന് വേണ്ടി വേഷം കെട്ടി, എന്ത് ലാഭമാണ് ഇതുകൊണ്ട്? ലാഭമൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയെന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊരു തലമുറയുണ്ടോ? ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ഞങ്ങൾ ഹിന്ദു കൾച്ചറിൽ ജീവിക്കുമ്പോൾ ഈ വായിക്കരി ഇടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾക്ക് 16-ന് കണ്ണൊക്കെ എഴുതി പൂനൂലൊക്കെ ഇട്ട് ബ്രാഹ്മിൻസ് വന്ന് പൂജ ചെയ്തിട്ട് ഇങ്ങനെ പൂനൂല, ഒത്തിരി ചടങ്ങുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് മക്കളാണ് ചെയ്യേണ്ടത്. ആ ചടങ്ങൊന്നും ചെയ്യാൻ പോലും എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ മരിച്ചാൽ ഒരു മനുഷ്യരുണ്ടാവില്ല. ആങ്ങളൊക്കെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഉണ്ടാവും, നമുക്ക് തലമുറയുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങള് ഒരിക്കലും ഇങ്ങനെ അഭിനയിച്ച് ഒരു കല്യാണം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. എനിക്കൊരു പെണ്ണിനോടൊരു പ്രണയം തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് പെൺകുട്ടികൾക്ക് പ്രണയം തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് നടന്നൊരു കുട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഉത്സവത്തിൽ ചെന്നപ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ അവളുടെ മുഖം എന്തോ പോലെയായി, എനിക്ക് കണ്ടപ്പോഴും എന്തോ പോലെ. കാരണം എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയോട് അത്തരത്തിലുള്ളൊരു വികാരം തോന്നിയിട്ടില്ല എൻ്റെ ചെറിയ പ്രായം മുതൽ. ഒരു പുരുഷനെ പഠിക്കുന്ന കാലം തൊട്ട് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടൊരു പ്രണയവും സ്നേഹവും കരുതലും ഇന്നും തോന്നും. പക്ഷേ ഈ പുരുഷന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നെങ്കിൽ പണം, ഞാൻ കണ്ടവരെല്ലാവരും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാധീനം, എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിലും മാക്സിമം എനിക്ക് കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം എന്ത് കാര്യങ്ങളിലും ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബന്ധം പുലർത്തുന്ന ആളുകൾ പ്രണയവുമായിട്ട് വന്നിട്ടുണ്ടാവാം, ഉണ്ട്, അങ്ങനെ വന്നിട്ട് പോവും. അല്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ മറ്റൊരു കാര്യം. അല്ലാണ്ട് ആരാ നിൽക്കുന്നത്? നിൽക്കില്ല. ഒരു പരിധി കഴിയുമ്പോൾ പോവും. പിന്നെ ഒരു ട്രാൻസ്മെൻ നമ്മൾ കമ്മിറ്റഡ് ആവുമ്പോഴാണെങ്കിലും അവർക്ക് 100-ൽ 50% ആളുകൾക്കും സ്നേഹവും പ്രണയവും ഒക്കെ തോന്നും. എന്നാലും എല്ലായിടത്തും കുറച്ചൊക്കെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട ഒരു സ്ത്രീ ആയത് നല്ല രീതിക്ക് ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ജീവിക്കാനാണ്. പക്ഷെ അതൊന്നും സ്വപ്നം സാക്ഷാത്കാരം അത് നടക്കുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അങ്ങനത്തെ മോഹമൊന്നുമില്ല. കേരളത്തിൽ ചരിത്രം കുറിക്കണം. ഭാവിയിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഭാഗമായി വന്ന് ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഉന്മൂലനം ചെയ്ത കാക്കിയിട്ട പിണറായി വിജയന്റെ ഷൂ നക്കുന്ന തെമ്മാടികളെ ഉത്തരം പറയിപ്പിക്കണം. അതിനുള്ള പോരാട്ടമാണ് ഈ നിയമപഠനം. അപ്പോഴും ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. എന്താ നമുക്ക് നേടുക എന്നുള്ളതല്ല, ഈ കമ്മ്യൂണിറ്റി ഇനി വരുന്ന തലമുറയെങ്കിലും ഈ സമൂഹത്തിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ട് സഹിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം വരരുത്. അവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ആസ് എ ഹ്യൂമൻ ബീങ് ആൻഡ് ആസ് എ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രിയാമ്പിൾ പറയുന്നത് പോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അവർക്ക് ഈ രാജ്യത്തെ എല്ലാ അവകാശത്തോടെയും ജീവിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലേക്ക് ഈ ഒരു രാജ്യം മാറണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോരാടും. നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പൊളിറ്റിക്സിലേക്ക് വരാം. ഈ ഒരു പിണറായി സർക്കാരിനെ വല്ലാതെ ബ്ലെയിം ചെയ്തു അരുണിമ. അത് എങ്ങനെയായാലും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണ് ചെയ്തത്. ഈ VD സതീശൻ ഒരു നല്ല പ്രതിപക്ഷ നേതാവാണോ? തീർച്ചയായിട്ടും. VD സതീശൻ നല്ല സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കാരണം പൊതുജനങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ഒന്നും ആഗ്രഹിച്ചല്ല ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നതും. ഈ കഴിഞ്ഞിടയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് പോലും ആയത്. ഇത്രയും സംഘടനാ ജീവിതത്തിന്റെ ഉള്ളിൽ പോലും നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിണറായി വിജയനെ പോലുള്ള സ്വർണ്ണക്കള്ളക്കടത്തും എവിടെ പോയി സ്വപ്ന സുരേഷ്, എവിടെ പോയി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്രട്ടറി, കള്ളക്കടത്തും കൊള്ളക്കാരും പെണ്ണുപിടിയന്മാരും നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലൈവനാണ് ഇരട്ടച്ചങ്കെന്ന് പറയുന്ന പരട്ടച്ചെങ്കുള്ള പിണറായി വിജയൻ. ആ പരട്ടച്ചങ്ക് തകരും. ഇപ്പൊ തകർന്നിരിക്കുവാണ്. ഖജനാവ് മുടിച്ചു.
അതിന്റെ ഭാഗമായിട്ടാണ് നിയമസഭയുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, മനുഷ്യര്, പൊതുജനങ്ങള് മാധ്യമങ്ങളിലൂടെ ഈ നാണംകെട്ട ഭരണാധികാരിയുടെ ഈ ഭരണം കാണുന്നുണ്ട്. അധികം വൈകാതെ പിണറായി വിജയൻ ഒരു നാടിന്റെ മുഖ്യൻ ജയിലറയ്ക്കുള്ളിൽ പോകാൻ പോകുന്നത് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന വർഗീയതയും ഈ രാജ്യത്ത് നടക്കുന്ന ഒട്ടനവധി കൊള്ളരുതായ്മയും കാണിക്കാൻ ചുക്കാൻ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പണ്ടൊക്കെ നമുക്കറിയാം, പട്ടിണി തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ, എല്ലാവരുടെയും ആന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ആരുടെയാണ്? വലിയ വലിയ ബിനാമിമാരുടെയും വലിയ വലിയ കോടീശ്വരന്മാരുടെയും ഒക്കെ പണം കൊണ്ട് പുഷ്ടിമുഴുകി തിന്ന് മുടിക്കുന്ന ഒരു സർക്കാരാണ്. ഈ 2 ദിവസം കലോത്സവം നടത്തുന്നുണ്ടല്ലോ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി. അതും ബിന്ദു മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾക്ക് കട്ട് തിന്നാനല്ലേ? ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടല്ലോ, ആ പ്രതിപക്ഷത്തെ സംഘടനകളുടെ നേതാക്കളെ അറിയിക്കേണ്ട ഒരു മാന്യതയില്ലേ? അവരതിൽ പങ്കെടുപ്പിക്കേണ്ട ഒരു മൗലിക ഒരു ചിന്താഗതിയും ഒരു അവകാശവും ഈ മന്ത്രിക്കില്ലേ? അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുകൾക്കില്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇനി 1 വർഷം തികച്ചില്ല. ഇങ്ങോട്ട് കാണിക്കുന്ന രീതി മാത്രമേ അങ്ങോട്ട് കാണിക്കുകയുള്ളൂ. ഗാന്ധിസമൊക്കെ പോയി കോൺഗ്രസിന്റെ നിലപാടിൽ. ഈ സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരി എന്ന നിലയിലും ഈ ട്രാൻസ്ജെൻഡർ സംഘടനയിൽ നിന്ന് കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷനും ബോർഡും രൂപീകരിക്കും. ഇടതുപക്ഷ സംഘടനയിൽ നിന്നും ഒരാളെ പോലും ഒരിടത്തും വെക്കാൻ പോകുന്നില്ല. ഇവിടെ രാഷ്ട്രീയമില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തും. മറിച്ച് ഇവിടെ സർക്കാരുകൾ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് എങ്ങനെ ഈ രാജ്യത്തെ മുന്നോട്ട്, അല്ലെങ്കിൽ ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ളത് പിണറായി വിജയനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. നിയമസഭയിൽ വളരെ മോശമായിട്ട് അഡ്രസ് ചെയ്യുകയുണ്ടായി നമ്മുടെ ചീഫ് മിനിസ്റ്ററെ. എനിക്ക് തോന്നുന്നു അത് ചെന്നിത്തലയാണ്, രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നുന്നു. മിസ്റ്റർ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചൊരു സംഭവം. എത്രയൊക്കെ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന്, CPM ഈ പറഞ്ഞതുപോലെ, അരുണിമ ഈ പറഞ്ഞതുപോലെ കലോത്സവം നടത്തുമ്പോൾ ചോദിച്ചില്ല, ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട്, എന്തുകൊണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ടതുണ്ടോ? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നല്ലേ വിളിച്ചുള്ളൂ. തെറിയൊന്നും പിണറായി വിജയൻ കാണിക്കുന്ന തോന്നിയവാസത്തിന് തെറിയാണ് വിളിക്കേണ്ടത്. വളരെ സഭ്യമായി കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. കാരണം ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്, ഈ സർക്കാർ തന്നെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മിസ്റ്റർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത്. പിന്നെന്താ, പിണറായി വിജയൻ തമ്പുരാനെ എന്ന് വിളിക്കണോ? അല്ല അടിയൻ ഞങ്ങൾ തൊഴുന്നെന്ന് പറയണോ? അതിനൊന്നും കോൺഗ്രസ്സുകാരെ കിട്ടില്ല. പിണറായി വിജയൻ കാണിക്കുന്ന ഓരോ തോന്നിവാസത്തിനെതിരെ കൃത്യമായും മറുപടി കൊടുക്കാൻ ശക്തിയും വ്യക്തമായും മറുപടി കൊടുക്കാൻ തന്റെ ഇടമുള്ള ആൾക്കാർ തന്നെയാണ് സഭയ്ക്കുള്ളിലുള്ളത്. അരുണിമ ഈ പറഞ്ഞത് തീർത്തും അരുണിമയുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്, പിണറായി സർക്കാരിനെ എന്നല്ല, കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. ഓക്കെ, ആയിക്കോട്ടെ. എങ്കിൽ അരുണിമ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ, അത് പൊളിറ്റിക്കലി ആണെങ്കിൽ പോലും ആ ഒരു ഭാഗത്തിന്റെ മാത്രം അഭിപ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ഒരു വിധത്തിലും ABC മലയാളത്തിന് അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അരുണിമയുടെ മാത്രം ഒപ്പീനിയൻ ആണ്.